ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞങ്ങൾ വയനാടാണ് കേട്ടോ. ഇത് ഞാൻ വയനാട് പോകുന്നതിന് തലേദിവസം എടുത്തൊരു വീഡിയോ ആണ്, ചെറിയൊരു ക്ലിപ്പാണ്. ഞങ്ങളിപ്പം പോകുന്നതുകൊണ്ട് കുറച്ച് ഒരുക്കങ്ങൾക്ക് വേണ്ടി പോകുമായിരുന്നു, കുറേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ രമേമ്മേൻ്റെ അപ്പുറത്തെ വല്യമ്മച്ചിയാണിത്. അപ്പോൾ അമ്മേൻ്റെ പൈസ കൊണ്ട് തരുന്നത് കുഞ്ഞിക്ക് ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നാളെ പോകുന്നതുകൊണ്ട് അവളപ്പോൾ രമേമ്മ വന്നപ്പോൾ രമേമ്മയുടെ കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. ഏട്ടനാണെങ്കിൽ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കത് സീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്, കാർ സീറ്റ്. അപ്പം ഏട്ടൻ്റെ അടുത്തോട്ട് പോകും അവൾ. ഏട്ടൻ താഴോട്ട് ഇറങ്ങി ഇരുന്നിട്ട് അവളെയും ഞങ്ങളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത്രയും സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുക കേട്ടോ. മക്കൾക്കെല്ലാം ജലദോഷം പിടിച്ചു, സൗണ്ടൊക്കെ അടഞ്ഞ് സൈഡായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം വീഡിയോ ഇടാഞ്ഞത്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നോണ്ട് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി, ഞങ്ങൾ 3 പേരെല്ലാം. മോൻ പുറകിരിപ്പുണ്ട്, കാർ സീറ്റ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവനെ പുറകിലോട്ടാക്കി. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ പോകുമ്പോൾ അങ്ങനെ കാർ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് പോവുക. പക്ഷേ അതാണെങ്കിൽ കുഞ്ഞിയുടെ സമയത്ത് വാങ്ങിച്ചു, ഇവിടെ ചെറുതിലെ വാങ്ങിച്ചത്. പക്ഷേ അവൾ യൂസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവളിങ്ങനെ എൻ്റെ കൂടെ ഫ്രണ്ട് ഇരുന്നിരുന്ന് അവൾക്കതങ്ങ് ശീലമായി. ഇപ്പോൾ കാർ സീറ്റിനകത്തൊന്നും അവിടെ ഇരിക്കത്തില്ല, അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവനെ ഇരുത്തി ശീലമാക്കണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അതൊക്കെ സെറ്റാക്കിയിട്ട് അവനെ വെച്ച് നോക്കിയതാണ്. അവനെ അതിനകത്ത് ഇരുത്തേക്കുന്നത്. അവൾ എൻ്റെ കൂടെ ഫ്രണ്ട് വന്നിരുന്നു. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞത് കിൻഫ്രയുടെ ഭാഗങ്ങളൊന്നും അതേപോലെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗി. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് ഇവിടെ കിൻഫ്രയുടെ അവിടെ നിന്നിട്ട്. നല്ല രസമാണ്. അപ്പം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ചെന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞു വൃത്തിയായിട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് വീണ്ടും എടുപ്പിക്കുകയാണ്. നല്ല ഭംഗിയോടെ കാണാൻ വേണ്ടിയിട്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ പോണത്. ഞങ്ങളിപ്പം ഇറങ്ങിയത് തന്നെ 3 മണിക്കാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ പോകണം. അത് അങ്ങനെ 2-3 ഇടത്ത് പോകണം. ഞങ്ങൾ ഇറങ്ങിയ സമയം അതായിപ്പോയി. നല്ല മഴക്കോളും ഉണ്ട്. മഴ പ്രതീക്ഷിച്ച് തന്നെ പോകുന്നത് കേട്ടോ. നല്ല മഴക്കോളാണ്. 3 മണിയായിട്ടേ ഉള്ളൂ, മഴക്കോളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അച്ഛനും അമ്മയും കൂടെ എവിടെ പോയിട്ടുണ്ടായിരുന്നു. എവിടെയല്ല, ചെറുക്കനാണെങ്കിൽ മാല വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ പോയിട്ട് ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ അവർ തിരിച്ചു വരുന്നത് കാണാം. അവർ വരുമ്പോൾ ഞങ്ങളിങ്ങനെ സൈഡാക്കും കേട്ടോ. അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തു. നാളെ വെളുപ്പിന് പോകല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണേ. എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് എന്തായാലും പോലെ. ഇത്രയും 6 മാസമായിട്ട് ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര വിഷമം. അടുത്തുണ്ട് ഇവിടെയൊക്കെ കടയൊക്കെ ഉണ്ട്. ഒന്നാമത് ചൂടല്ലേ, അതുകൊണ്ട് നല്ല കച്ചവടം കാണും അവർക്കൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ അടൂരോട്ടാണ് പോകുന്നത്. ഇത് മരുന്നുമൂട് പള്ളിയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. മക്കളില്ലാത്തവരും അങ്ങനെ അസുഖങ്ങളുള്ളവരും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എത്രയോ ആഴ്ചകൾ മെഴുകുതിരി കത്തിച്ചാൽ മാറും എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയൊക്കെ പോയി തരുന്ന ഇഷ്ടംപോലെ ആൾക്കാർക്ക് മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്താണ് പള്ളിയുള്ളത്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ അതിൻ്റെ കാര്യമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക, പള്ളിയുടെ കാര്യമൊക്കെ. ഏട്ടനാണെങ്കിൽ അങ്ങനെ ഇവിടെ വരുമ്പോൾ എല്ലാം കാണുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവളോട് ഞാൻ ഹായ് പറയാൻ പറഞ്ഞു. അവൾ പുറത്തോട്ട് നോക്കിയൊന്ന് ഹായ് പറയാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഫോണിൽ കൂടെ നോക്കിയിട്ട് ഹായ് പറയാൻ. ഫോണിൽ കൂടെ നോക്കിയിട്ട് ഹായ് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തരും. ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. ഉമ്മ അങ്ങനെ ഉമ്മ തരും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫ്ലൈങ് കിസ് കൊടുക്കാനും കാണിച്ചു കൊടുക്കാം, ഫ്ലൈങ് കിസ് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ കാണിച്ചവൾ പുറത്തോട്ട് നോക്കിയിട്ട് ഫ്ലൈങ് കിസും കൊടുത്തു. ഹോട്ടലെത്തി കേട്ടോ. അതാണെങ്കിൽ കുഞ്ഞ് ഒരു ക്യാരി ബാഗ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നാളെ പോവല്ലേ, ഇതാ ഞാൻ പറഞ്ഞേ മോനെ സീറ്റിൽ കിടത്തിയേക്കുമായിരുന്നു എന്ന്. അതിങ്ങനെ കിടത്തിയേക്കും. കുറച്ച് ദൂരമുള്ളല്ലോ, കിടത്തി നോക്കാമെന്ന് വിചാരിച്ചു. നാളെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ചിട്ട് കിടത്തി നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കിടത്തിയതാണ്. അപ്പം ഞങ്ങൾ തന്നെ പോപ്പീസിൻ്റെ കടയിലാണ് വന്നേക്കുന്നത്. കുഞ്ഞുങ്ങൾ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോപ്പീസിൻ്റെ കടയിലോട്ട് കയറുക കേട്ടോ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാരി ബാഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നല്ല കേട്ടോ എടുത്തത്. ഞങ്ങളിപ്പം 3 ക്യാരി ബാഗ് കാണിക്കുക, അത് 3 ഉള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ ബഡ്ജറ്റാണ് നിൽക്കുന്നതല്ലായിരുന്നു, അതുകൊണ്ട് അത് അവിടെ നിന്ന് വാങ്ങിച്ചില്ല, വേറെ വാങ്ങിച്ചാൽ. ഞാൻ കാണിച്ചു തരാം ക്യാരി ബാഗ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഈ ബാഗ് ഞങ്ങൾ വാങ്ങിച്ചത് ഞാൻ വീട്ടിൽ വന്നിട്ട് എടുത്തതാണ് കേട്ടോ. അത്യാവശ്യത്തിന് പോയി ഇത് മതി. ഇതിന് എത്ര 1300 അത്രയായി. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.